കോടതിയിൽ വരുമ്പോഴത്തേക്കും കോടതിക്ക് മനസ്സിലാവും ഇയാൾ ഈ പൈസ അടച്ചില്ലായിരുന്നെങ്കിൽ ഇയാൾക്ക് സ്ഥലം നഷ്ടപ്പെടും, ആ കൊല്ലം കൃഷി ഇറക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ ബിൽഡിംഗ് ലീസ് ചെയ്ത എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ആ വാടക തുക കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാളുടെ ഒരു കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ കൊടുത്തെങ്കിൽ നിയമപരമായിട്ട് ബിൽഡിംഗ് ഓണറിൻ്റെ നിന്ന് പൈസ തിരിച്ച് വാങ്ങിക്കാനായിട്ട് അവകാശമുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ദ പേയ്മെൻറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ദ അതർ പാർട്ടി വാസ് ബൗണ്ട് ബൈ ദ ലോ ടു പേ. പേയ്മെൻറ്റ് എങ്ങനെയായിരിക്കണം? മറ്റേയാൾ, അതർ പാർട്ടി എന്ന് വെച്ചാൽ മറ്റേയാൾ നിയമപരമായിട്ട് കൊടുക്കേണ്ടതായിരിക്കാം. ഇവിടെ ജമീന്ദാർ നിയമപരമായിട്ട് ഗവൺമെൻറ് കൊടുക്കേണ്ട ടാക്സ് ആണ്. രണ്ടാമത്തെ എക്സാമ്പിളിൽ ബിൽഡിങ്ങിൻ്റെ ഓണറായിട്ടുള്ള നിയമപരമായിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ടാക്സും ലാൻഡ് ടാക്സും ഗവൺമെൻറ് അടയ്ക്കേണ്ടതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ പേയ്മെൻറ്റ് ഷുഡ് ഹാവ് ബി മെയ്ഡ് ബൈ third point, the payer should have made the payment to another person. അതായത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേയ്മെൻറ്റ്, ഈ ബിൽഡിങ്ങിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്ന ആൾ മറ്റൊരാൾക്ക് കൊടുത്തിരിക്കണം. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ സ്ഥലത്തിൻ്റെ എക്സാമ്പിളിലാണെങ്കിൽ ആ പാട്ടത്തിനെടുത്ത ആൾ അതിൻ്റെ എമൗണ്ട് ഗവൺമെൻറ് അടച്ചു. ബിൽഡിങ്ങിൻ്റെ എക്സാമ്പിളിലാണെങ്കിൽ ആ ബിൽഡിംഗ് ലീസിനെടുത്ത ആൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു, ആ ലാൻഡ് ടാക്സും ബിൽഡിംഗ് ടാക്സും. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ കോടതിക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ നിയമത്തിന് മനസ്സിലാവണം ഇയാൾ സത്യസന്ധമായിട്ട് അയാളുടെ അവകാശം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേയാൾ നിയമപരമായിട്ട് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളതാണ്. ജമീന്ദാർ ബാധ്യസ്ഥനാണ്, അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഓണർ നിയമപരമായിട്ട് ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ട പൈസയാണ് വാടകയ്ക്ക് എടുത്ത ആൾ കൊടുത്തത്. മൂന്നാമത്തെ പോയിന്റ്, ദ പേയർ ഷുഡ് ഹാവ് മെയ്ഡ് ദ പേയ്മെൻറ്റ് ടു അനദർ പേഴ്സൺ. മറ്റൊരാൾക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ തെളിവുമുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന റെസീപ്റ്റ് അതിനുള്ള തെളിവാണ്. മൂന്നാമത്തെ പോയിന്റ്. The obligation to pay for the benefit enjoyed from non-gratuitous act. ഇത് സെക്ഷൻ 17 വരുന്നത്. സെക്ഷൻ 70 എന്ത് പറയും നമുക്ക് നോക്കാം. According to section 70, if a person lawfully does anything for or delivers anything to another person with the intention of payment for that, and such other person enjoys the benefit thereof, then such person is bound to make compensation to the first person in respect of the thing so done, or to restore the thing so delivered. ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് കിടക്കാം. എക്സാമ്പിൾ 1. A businessman leaves goods at B's house by mistake. B treats the goods of his own. B is bound to pay the A further. A എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരൻ ബി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ അബദ്ധവശാലാണ്, ബൈ മിസ്റ്റേക്ക്, അയാളുടെ കുറേ സാധനങ്ങൾ വച്ചിട്ട് പോയി. ബി എന്തോന്നിയത്, ബി അത് ബിയുടെ സ്വന്തം സാധനങ്ങളെ പോലെ കരുതി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ബിക്ക് എക്ക് ഈ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് എമൗണ്ട് തിരിച്ചു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. M saves N's property from fire. MB is not entitled to compensate from N if the circumstances shows that he intended to act gratuitously. അതായത് എം എന്ന് പറഞ്ഞ വ്യക്തി എന്നിൻ്റെ പുരയിടം തീ കത്തിപ്പിടിച്ചപ്പോഴത്തേക്കും ഓടി വന്ന് രക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ എമ്മിന് കോമ്പൻസേറ്റം കിട്ടാനായിട്ട് ബാധ്യസ്ഥനല്ല. കാരണം എൻ എന്താണ്, ശരിക്കും ഒരു കാരുണ്യ പ്രവൃത്തിയാണ് ചെയ്തത്, ഒരു ഗ്രാറ്റുവസ് ആക്റ്റാണ് ചെയ്തത്. അങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ എമ്മിന് പ്രത്യേകിച്ച് പൈസയൊന്നും കിട്ടത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് കിടക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 70, if a person lawfully does anything for or delivers anything to another person with the intention of payment for that, and such other person enjoy the benefit thereof. അതായത് ഇഫ് എ പേഴ്സൺ ലോഫുള്ളി ഡസ് എനിത്തിങ്, ഒരാൾ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യുകയോ ഓർ ഡെലിവേഴ്സ് എനിത്തിങ് ടു ദ അതർ പേഴ്സൺ, മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയോ ചെയ്താൽ, എങ്ങനെയാണെങ്കിൽ വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് പേയ്മെൻറ്റ് ഫോർ ദാറ്റ്, അതിനുള്ള പേയ്മെൻറ്റ് കിട്ടും എന്നുള്ള ചിന്തയോടെ കൊടുക്കുകയാണെങ്കിൽ, ആൻഡ് സച്ച് അതർ പേഴ്സൺ എൻജോയ്സ് ദ ബെനിഫിറ്റ്, ഈ കിട്ടിയ വസ്തുക്കൾ കൊണ്ട് മറ്റേ ആൾക്ക് അതിൻ്റെ ബെനിഫിറ്റും കിട്ടുകയാണെങ്കിൽ, ദെൻ സച്ച് അതർ ഈസ് ബൗണ്ട് ടു മേക്ക് കോമ്പൻസേഷൻ ടു ദ ഫസ്റ്റ് പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ആ എൻജോയ് ചെയ്ത,
ആ സൗകര്യങ്ങൾ എൻജോയ് ചെയ്ത ആളിന് ആ കൊടുത്ത ആളിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണ്. ഇൻ റെസ്പെക്ട് ഓഫ് ദ തിങ് സോ ഡൺ ഓർ ടു റീസ്റ്റോർ ദ തിങ് സോ ഡെലിവേർഡ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്ന സാധനങ്ങൾ തിരിക്കുക. ഒന്നുകിൽ അതിൻ്റെ പൈസ കൊടുക്കുക, ഇല്ലെങ്കിൽ ചില സാധനങ്ങൾ ഫർണിച്ചറൊക്കെ തരികയാണെങ്കിൽ വെച്ചോളൂ, അത് അതുപോലെ തിരിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കുക. ഇഫ് എ പേഴ്സൺ ലാഫുള്ളി ഡസ് എനിത്തിങ്, ഒരാൾ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യുക, ഫോർ ഓർ ഡെലിവേഴ്സ് എനിത്തിങ് ടു ദാറ്റ് പേഴ്സൺ, ഇല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടാമത്തെ വ്യക്തിക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുക, വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് പേയ്മെൻറ്റ് ഫോർ ദാറ്റ്, അതിനുള്ള പണം കിട്ടും, അതിന് പേയ്മെൻറ്റ് വേണം എന്നുള്ള ചിന്തയോടെയാണ് കൊടുക്കുകയാണെങ്കിൽ, ആൻഡ് സച്ച് അതർ പേഴ്സൺ എൻജോയ് ദ ബെനിഫിറ്റ്, മറ്റേ ആൾ കിട്ടിയ ആൾ അതിനുള്ള ബെനിഫിറ്റ് എൻജോയ് ചെയ്യുകയാണെങ്കിൽ, ദെൻ സച്ച് അതർ പേഴ്സൺ ഈസ് ബൗണ്ട് ടു മേക്ക് കോമ്പൻസേഷൻ. ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്ത വ്യക്തിക്ക്, ഇപ്പോൾ ഒരു ബിസിനസ്മാൻ കുറേ സാധനങ്ങൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആ സാധനങ്ങൾ ഉപയോഗിച്ച വ്യക്തിക്ക് അത് തിരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കാനോ ബാധ്യസ്ഥനാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ബിസിനസ്മാൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ബിസിനസ്മാൻ സാധനങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നതെന്ന് വെച്ചോളുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആൾ അത് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നുകിൽ സാധനങ്ങൾ അതുപോലെ മടക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയത് പ്രോപ്പർട്ടി കത്തിപ്പിടിക്കുമ്പോൾ ഓടിയൊന്ന് സഹായിച്ചത് അതിനുള്ള പേയ്മെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, സെക്ഷൻ 70 വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് പേയ്മെൻറ്റ് ഫോർ ദാറ്റ്. അതായത് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞത് നിയമത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റൻഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു ക്രൈം നടക്കുകയാണെന്ന് വിചാരിക്കും, ഒരു കൊല നടക്കുകയാണ്, അയാളെ ദ്രോഹിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ, ഇതിനെ കോൺഷ്യൻസസ് അഡ് ഇഡം എന്ന് പറയും നിയമത്തിൻ്റെ വാക്കിൽ. അതായത് ആ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറ്റകൃത്യം ചെയ്യുകയാണ്. ജനറലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുകയാണ്, ഒരാളൊരു ക്രൈം ചെയ്തു, മദ്യപിച്ച് ബോധമില്ലാതെ ചെയ്യുകയാണെങ്കിൽ ശിക്ഷ കുറവാണ്, കാരണം ഇൻറ്റൻഷൻ ഇല്ല. രണ്ടാമത്തെ കാര്യത്തിൽ അയാളെ ദ്രോഹിക്കണമെന്നുള്ള ഇൻറ്റൻഷനിലൂടെയാണെങ്കിൽ അതിന് ശിക്ഷ കിട്ടും. അതുപോലെ തന്നെയാണ് വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് റിസീവിങ് പേയ്മെൻറ്റ്, അതിനുള്ള എമൗണ്ട് തിരിച്ചു കിട്ടുന്നുള്ള ചിന്ത, ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളിൽ നിന്ന് അതിന് എക്വലൻ്റായിട്ടുള്ള പൈസയോ അല്ലെങ്കിൽ അതേ വസ്തുക്കളോ തിരിച്ചു നേടാവുന്നതാണ്. ഇനി ഇതിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. വാട്ട് ആർ ദ കണ്ടീഷൻസ്? ദ തിങ് മസ്റ്റ് ഹാവ് ബി ഡൺ ലോഫുള്ളി, നിയമപരമായിട്ട് തന്നെ ആ കാര്യം ചെയ്തു കൊടുക്കണം. 2, the person doing or delivering the said thing must not intend to act graciously, that is without payment. അതായത് ഈ കാര്യം ചെയ്തു കൊടുത്ത വ്യക്തി അല്ലെങ്കിൽ ഈ സാധനം ഡെലിവർ ചെയ്ത് കൊടുത്ത വ്യക്തി എന്താണ്, അതിന് പേയ്മെൻറ്റ് കിട്ടണം എന്നുള്ള ഇൻറ്റൻഷനിലൂടെ ആയിരിക്കണം, അല്ലാതെ ശരിക്കും ഒരു സഹായം ചെയ്ത് കണക്കായിരിക്കത്തില്ല. ഇപ്പോൾ വളരെ പാവപ്പെട്ടൊരു വ്യക്തിക്ക് വീട്ടിൽ വന്ന് കുറേ അരിയും സാധനങ്ങളും കൊടുത്തിട്ട് പോയി, ഒരു മാസം കഴിഞ്ഞ് അതിനുള്ള പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. കാരണം ഇൻറ്റൻഷൻ അവിടെയാണ്. കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇയാൾ നല്ല മനസ്സോടെ പൈസ തിരിച്ച് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ലാതെ സഹായിക്കുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതേസമയം സാധനം കൊടുത്തിട്ട് ഇതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ വന്നോളാം അല്ലെങ്കിൽ കടയിൽ കൊടുത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വാങ്ങി ഉപയോഗിച്ച ആൾ ഒന്നുകിൽ അതേപോലെ കൊടുക്കണം, ഇനി അത് സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പൈസ കൊടുക്കാനും മറ്റേ വാങ്ങിച്ച ആൾ ബാധ്യസ്ഥനാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പേഴ്സൺ ഹൂം ദ ആക്ട് ഈസ് ഡൺ മസ്റ്റ് വോളണ്ടറിലി ആക്സെപ്റ്റ് ദീസ് ആക്ട്സ് ആൻഡ് ഹി മസ്റ്റ് ഹാവ് എൻജോയ്ഡ് ദ ബെനിഫിറ്റ്. അതായത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വാങ്ങിച്ച ആൾ, ഇത് റിസീവ് ചെയ്ത ആൾ, ഈ സർവീസോ അല്ലെങ്കിൽ ഈ ഗുഡ്സോ റിസീവ് ചെയ്ത ആൾ അത് പരിപൂർണ്ണ മനസ്സോടെ സ്വയം ചെന്ന് സ്വീകരിക്കണം. അല്ലാതെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടിട്ട് പോയി കഴിയുകയാണെങ്കിൽ കൊടുക്കേണ്ട ബാധ്യസ്ഥതയില്ല. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തു, വീട്ടുടമസ്ഥൻ പിന്നെയും പറഞ്ഞു എനിക്ക് വേണ്ട, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാണെന്ന്. ആ സാധനങ്ങൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി, പിന്നെ കേസ് വരുമ്പോഴത്തേക്കും ഇയാൾക്കത് സ്വീകരിക്കാനുള്ളൊരു ഇൻറ്റൻഷൻ ഇല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആൻഡ് ഹി മസ്റ്റ് ഹാവ് എൻജോയ്ഡ് ദ ബെനിഫിറ്റ് ഓഫ് ആക്ട്. എൻജോയ്ഡ് ദ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, വീട്ടിൽ ഉപകരണങ്ങളെ കൊണ്ട് വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുറച്ചൊരു ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. 4, നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ്. ഇതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 71 According to section 71, a person who finds goods belonging to the another and takes them into his custody is subject to the same responsibility as the bailee. സെക്ഷൻ 71 പറയുന്നത്, മറ്റൊരാൾക്ക് നിയമപരമായിട്ട് അവകാശപ്പെട്ട വസ്തു
സ്വന്തം കസ്റ്റഡിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് ഈ സെയിം റെസ്പോൺസിബിലിറ്റി ആസ് ബെയിലി എന്ന് പറഞ്ഞാൽ ജാമ്യത്തിലെടുക്കാനായിട്ട് സഹായിച്ച ആളുടെ അതേ അവസ്ഥയാണ്, തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. Thus an agreement is implied by law between the owner and the finder of lost good, and the latter is deemed to be the bailey. ഇതെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബെയിലി എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സൺ ഓർ പാർട്ടി ടു ഹൂം ഗുഡ്സ് ആർ ഡെലിവേർഡ് ഫോർ എ പർപ്പസ് ആണ്. കസ്റ്റഡി, റിപ്പയർ വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ഓണർഷിപ്പ്. ഫോർ എക്സാമ്പിൾ, ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാതെ ഒരു പർട്ടിക്കുലർ കാര്യത്തിനായിട്ട് വസ്തുക്കൾ വാങ്ങുന്ന ആളിനെയാണ് ബെയിലി എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു കാർ ഉണ്ടെന്ന് വിചാരിക്കുക. കാറ് കംപ്ലൈൻ്റ് ആയി, നേരെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകും. വർക്ക്ഷോപ്പിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കിന് കാർ എഴുതി കൊടുക്കുന്നില്ലല്ലോ, കുറച്ച് നാളത്തേക്ക് അയക്കത് കൊടുത്തിരിക്കും ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ. അപ്പം ബെയിലി എന്ന് വെച്ചാൽ പേഴ്സൺ ഓർ പാർട്ടി ടു ഹൂം ഗുഡ്സ് ആർ ഡെലിവേർഡ് ഫോർ എ പർപ്പസ് സച്ച് എസ് കസ്റ്റഡി ഓഫ് റിപ്പയർ വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ഓഫ് ഓണർഷിപ്പ്. ഇവിടെ നോക്കുക, ഉടമസ്ഥാവകാശം മാറ്റുന്നില്ല. വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ഒരു കാരണവശാലും മാറ്റുന്നില്ല. അപ്പോൾ സെക്ഷൻ 71 പ്രകാരം മറ്റൊരാൾക്ക് നിയമപരമായിട്ട് അവകാശപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തി സ്വന്തം കസ്റ്റഡിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അതായത് ശരിക്കും റിപ്പയറിന് തന്നതുപോലെ മറ്റൊരാളുടെ വസ്തു തന്നെയാണ്, അയാൾക്കത് സ്വയമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ദസ് ആൻ എഗ്രിമെൻറ്റ് ഈസ് ഇംപ്ലൈഡ് ബൈ ലോ ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് ദ ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ് ആൻഡ് ദ ലാറ്റർ ഈസ് ഡീംഡ് ടു ബി ബെയിലി. അതായത് മറ്റൊരാൾക്ക് ഇന്ത്യൻ നിയമപ്രകാരം മറ്റൊരാൾക്ക് അവകാശപ്പെട്ട വസ്തു കണ്ടുകിട്ടുകയാണെങ്കിൽ ആ കണ്ടുകിട്ടുന്ന വ്യക്തി ഒറിജിനൽ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. ഇതൊരു ക്വാസി കോൺട്രാക്റ്റായിട്ട് എഗ്രിമെൻറ്റ്, കാരണം ഇതിനകത്ത് കോൺട്രാക്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ കളഞ്ഞു പോകുന്ന ആൾ ഒരിക്കലും കണ്ടുപിടിക്കുന്ന ആൾ ആരെന്ന് അയാൾക്ക് അറിയത്തില്ല, അയാൾ ഒരു എഗ്രിമെൻറ്റും കാണത്തില്ല, ഇത് കളഞ്ഞു പോകും തിരിച്ചു കൊണ്ടുവരണമെന്ന്. പക്ഷേ നിയമത്തിൻ്റെ അണ്ടർ, ഇന്ത്യൻ നിയമത്തിൻ്റെ അണ്ടറിൽ നോക്കുമ്പോഴത്തേക്കും ഒരു ക്വാസി കോൺട്രാക്റ്റ് പോലെ തന്നെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ നിയമപരമായിട്ട് കിട്ടിയ ആൾ ബാധ്യസ്ഥനാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, എ ഗസ്റ്റ് ഫൗണ്ട് എ ഡയമണ്ട് റിംഗ് അറ്റ് എ ബർത്ത്ഡേ പാർട്ടി ഓഫ് ബി. A told B and other guest about it. He has performed his duty to find the owner. If he is not able to find the owner, he can retain the ring as a bailey. ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. ഒരു പിറന്നാൾ ആഘോഷത്തിന് എ വരികയും എക്ക് പെട്ടെന്ന് താഴെ കിടന്ന് ഒരു നല്ല ഡയമണ്ട് റിങ് കിട്ടി. അവിടെ കിടന്ന് മുഴുവൻ അന്വേഷിച്ചു, നിങ്ങളുടെ ആണോ, ആരുടെയും ഡയമണ്ട് റിംഗ് ആണെന്ന് പറയുന്നില്ല. ഒരുപാട് അന്വേഷിച്ച് ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കൊണ്ടുപോകാം. പക്ഷേ അപ്പോഴും അത് ബെയിലിയുടെയാണ്. ഏതെങ്കിലും ഒരു നാൾ ഇതിൻ്റെ ഉടമസ്ഥൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് കണ്ടുകിട്ടിയ ആൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അയാൾക്കത് സ്വന്തം രീതിയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇനി സപ്പോസ് അയാളത് വിറ്റ് വേറെ കൊടുത്തെങ്കിലും ഒറിജിനൽ ഉടമസ്ഥൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കാനായിട്ട് ഇയാൾ ബാധ്യസ്ഥനാണ്. അടുത്തത് മണി. ഇതാണ് സെക്ഷൻ 72 സെൻട്രൽ ഗവൺമെൻറ് ആക്ട്. ഇതിനകത്ത് ഇല്ലിസ്ട്രേഷൻസ് പറയുന്നുണ്ട്. ഗവൺമെൻറ് ഗസറ്റ് പബ്ലിക്കേഷനിൽ തന്നെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എ ആൻഡ് ബി ജോയിൻലി ഓസ് 100 rupees to C. A alone paid to C and B, not knowing this fact, pays 100 over to C again. C is bound to repay the amount to B. അതായത് എയും ബിയും, സി എന്ന് പറഞ്ഞ ഒരാൾ എക്കും ബിക്കും കൂടെ 2 പേർക്കും കൂടെ 100 രൂപ എന്ത് ചെയ്യുന്നത് കടം കൊടുത്തിട്ടുണ്ട്. ഇത് 100 രൂപ കടം കൊടുത്തിട്ടുണ്ട്. എക്കും ബിക്കുമാണ് സി കടം കൊടുത്തത്. ഇത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഒരു ദിവസം ചെന്ന് സിക്കാണെങ്കിൽ കടം കൊടുത്ത ആളിന് 100 രൂപയും തിരിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇവർ 2 പേർക്കാണ് കടം കൊടുത്തേക്കുന്നത്. 100 രൂപ എന്തോന്നിത് തിരിച്ചു കൊടുത്ത് സി സന്തോഷപൂർവ്വം അത് വാങ്ങി പോക്കറ്റിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ബിക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് ബിയുടെ സുഹൃത്ത് പറഞ്ഞ് അവനോട് പറയണ്ട, അവൻ്റെ പൈസയും കൂടെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ബിയും ചെന്ന് 100 രൂപ സിയുടെ കൊടുത്ത് സി അതും സന്തോഷപൂർവ്വം വാങ്ങി പോക്കറ്റിട്ടു. ഇത് നടക്കില്ല. കാരണം നിയമപരമായിട്ട് ഒന്നുകിൽ അറിയിക്കണം, ഇല്ലെങ്കിൽ ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കാനായിട്ട് സി എപ്പോഴും ബാധ്യസ്ഥനാണ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. അതും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ ഡയറക്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. എ ആൻഡ് ബി ജോയിൻലി ഓവ് 100 rupees to C. A alone pays the amount to C and B, not knowing the fact, pays 100 over to C again. നമ്മളത് നോക്കിയ എക്സാമ്പിൾ തന്നെയാണ്.
രണ്ടാമത്തെ എക്സാമ്പിൾ കൊള്ളാം. എ റെയിൽവേ കമ്പനി refuses to deliver up certain goods to the consignee except upon the payment of an illegal charge for carriage. The consignee pays the sum charged in order to obtain the goods. He is entitled to recover the money. ഒരു റെയിൽവേ കമ്പനി കുറേ കൊറിയർ വന്നു, ഒരാൾക്ക് കൊറിയർ വന്നപ്പോഴത്തേക്കും അയാൾക്ക് കൊറിയർ എമൗണ്ട് കൊടുത്തു, കൂടാതെ അഡീഷണൽ ആയിട്ട് കുറേ ചാർജ് വന്നു. നിയമപരമായിട്ടുള്ള ഇല്ലീഗൽ ചാർജ് ആയിട്ട് പറഞ്ഞു. ഒരു നിവർത്തിയില്ലാതെ അതിൻ്റെ എന്തോന്ന് ഇത് കൊറിയർ റിസീവ് ചെയ്ത ആൾ അതിൻ്റെ ചാർജും കൂടെ കൊടുത്തു. ശരിക്കും ഈ കൊടുത്ത എമൗണ്ട് റെയിൽവേ കമ്പനി അധികമായിട്ട് ഈടാക്കിയതാണ്, നിയമപരമായിട്ട് കൊടുക്കേണ്ടതല്ല. ഇങ്ങനെയുള്ള കേസുകളിൽ വരുമ്പോഴത്തേക്കും ആ റെയിൽവേ കമ്പനിയുടെ എമൗണ്ട് ഈ ഒറിജിനൽ ഉടമസ്ഥന് കോടതി വഴി നിയമപരമായിട്ട് തിരിച്ചു നേടാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം, അത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് എക്സാമ്പിൾ അടുത്തേൽ. അത് പോയിന്റ് നമ്പർ 5 പറയുന്നത് മണി പെയ്ഡ് ഓർ ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക്, സെക്ഷൻ നമ്പർ 72. ഞാനിപ്പോൾ പറഞ്ഞത് 5th പോയിൻ്റാണ്. അറിയാതെ കൊണ്ട് കൊടുത്തിട്ട് പോവുക, അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ടാകും. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഉദ്ദേശിച്ചത് ആൾ മാറി കൊടുത്തിട്ട് പോകാമെന്ന് പറയുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 72, എ പേഴ്സൺ ടു whom money has been paid or anything delivered by mistake under coercion must repay or return it. സെക്ഷൻ 72 പറയുകയാണെങ്കിൽ ഒരാൾക്ക് പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ തെറ്റിദ്ധാരണ കൊണ്ട് കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ അത് ഒറിജിനൽ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ബാധ്യസ്ഥനാണ്. ഞാൻ ആ പറഞ്ഞ ഇന്ത്യൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് തന്നെയാണ് ഡയറക്റ്റ് എടുത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇട്ടേക്കുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ റെയിൽവേ കമ്പനിയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺട്രാക്ട്സ് ആൻഡ് ക്വാസി കോൺട്രാക്ട്. നിങ്ങൾ ജനറലായിട്ട് കോൺട്രാക്റ്റ് പഠിച്ചു, ഇപ്പം കോൺട്രാക്റ്റ് പോലെ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ക്വാസി കോൺട്രാക്ട്സ് ആണ്. ഇതിൻ്റെയൊക്കെ ഡിഫറൻസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പോയിന്റ് നമ്പർ 1, നേച്ചർ. ഇറ്റ് ഈസ് എ full-fledged contract. Quasi contract, it is not contract in reality, but it is contract in law. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജഡ് കോൺട്രാക്റ്റിനാണ്. അതിനകത്ത് കൊടുക്കുന്ന ആൾ, വാങ്ങുന്ന ആൾ, കൺസിഡറേഷൻ, എഗ്രിമെൻറ്റ്, നിയമത്തിൻ്റെ അണ്ടറിലുണ്ട്, എൻഫോഴ്സിബിലിറ്റി എല്ലാം ഉണ്ട്. ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കളൊന്നുമില്ല, പക്ഷേ എന്നാലും കോൺട്രാക്റ്റ് പോലെ തന്നെ. ബട്ട് ഇറ്റ് ഈസ് കോൺട്രാക്ട് ഇൻ ലോ ഓർ ഇംപ്ലൈഡ് കോൺട്രാക്ട്സ്. ഇംപ്ലൈഡ് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, അതാണ് ഇംപ്ലൈഡ് മീൻസ് അണ്ടർസ്റ്റുഡ്. അടുത്തത് നോക്കാം. ആൾ എസെൻഷ്യൽ എലിമെൻറ്റ്സ് സച്ച് എസ് ഓഫർ, അക്സെപ്റ്റൻസ്, ഫ്രീ കൺസെൻറ്റ് ആൻഡ് കൺസിഡറേഷൻ ആർ ദെയർ. നമ്മൾ കോൺട്രാക്റ്റിൽ ഇതൊക്കെ എസെൻഷ്യൽ എലിമെൻറ്റ്സ് ആണ്. ഓഫറും അക്സെപ്റ്റൻസും ഫ്രീ കൺസെൻറ്റും കൺസിഡറേഷനും എല്ലാം കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിച്ചതാണ്. ക്വാസി കോൺട്രാക്റ്റിനാണ് ചിലപ്പം ഇത് 1-2 കാണും, ചിലപ്പോൾ ഒന്നും കാണത്തില്ല. അങ്ങനെയാണെങ്കിലും ഇത് കോൺട്രാക്റ്റ് തന്നെയാണ് നിയമപ്രകാരം. അടുത്ത എഗ്രിമെൻറ്റ്. എ കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ്. ഇറ്റ്സ് എ ബേസിക് ട്രൂത്ത്, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു എഗ്രിമെൻറ്റും ഇല്ല. ഇപ്പോൾ സാധനം വണ്ടിയിൽ വെച്ച് മറിഞ്ഞിട്ട് പോകുന്ന ആൾ ഒരിക്കലും ഒരു എഗ്രിമെൻറ്റ് പറഞ്ഞേക്കത്തില്ല തിരിച്ചു കൊണ്ടുവരണം. എഗ്രിമെൻ്റ് ഒന്നുമില്ല, ഒരുപാട് കോൺട്രാക്ച്വൽ എലിമെൻറ്റ്സ് ഇവിടെ മിസ്സിങ് ആയിരിക്കും. ബട്ട് എന്നാൽ ഇറ്റ് ഈസ് ഡീംഡ് എസ് എ കോൺട്രാക്ട്. അടുത്ത ഒബ്ലിഗേഷൻ, ഉത്തരവാദിത്തം. ഒബ്ലിഗേഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ വിത്ത് ദ പാർട്ടീസ് ടു ആൻ എഗ്രിമെൻറ്റ്. നമുക്ക് നേരത്തെ അറിയാം, ഒരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ഒരു സാധനം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തം എന്താണ്? സാധനം എന്തെങ്കിലും സർവീസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, അത് ഒബ്ലിഗേഷൻ ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒബ്ലിഗേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെയും ഒബ്ലിഗേഷൻ ഉണ്ട്. ഇൻ ക്വാസി കോൺട്രാക്ട് ദർ ആർ സർട്ടൻ ഒബ്ലിഗേഷൻ വിച്ച് ആർ ഓൺലി ക്രിയേറ്റഡ് ആൻഡ് ഇമ്പോസ്ഡ് ബൈ ലോ. ഇവിടെ നിയമത്താൽ ചില ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ്? സാധനം മറന്നു വെച്ചാൽ കിട്ടുന്ന ആളിന് തിരിച്ചു കൊടുക്കാൻ നിയമത്താൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇത് എഗ്രിമെൻറ്റിൽ പറഞ്ഞുറപ്പിച്ചതല്ല, പക്ഷേ ഉത്തരവാദിത്തങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതിന് ഒബ്ലിഗേഷൻസ് എന്ന് പറയും. ക്രിയേറ്റഡ് ഒബ്ലിഗേഷൻസ്. ഫൗണ്ടേഷൻ. ഇറ്റ് ഈസ് ഫൗണ്ടഡ് അപ്പോൺ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആ ജനറൽ പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിച്ചതാണ്. ഇറ്റ് ഈസ് ഫൗണ്ടഡ് അപ്പോൺ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി. നീതി, സത്യസന്ധത, ഇതൊക്കെ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്കറിയാം, ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഒന്നും ഉണ്ടാവുന്നില്ലെങ്കിലും ഇക്വിറ്റി, ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി, ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫെയർനെസ് എന്ന് പറയാം, ഫെയർ ജസ്റ്റിസ് എന്നൊക്കെ പറയുള്ളൂ. 2 പേർക്കും തുല്യ നീതി തന്നെ ആയിരിക്കണം. ഇതിനാണ് ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റിലുള്ളതാണ്, സിമിലാരിറ്റി ബിറ്റ്വീൻ ക്വാസി കോൺട്രാക്ട്സ് ആൻഡ് കോൺട്രാക്ട്സ്. നമ്മളിപ്പോൾ ഡിഫറൻസ് ആണ് പഠിച്ചത്. എന്താണ് സിമിലാരിറ്റി നോക്കാം. ദ ഔട്ട്കം ഓഫ് ക്വാസി കോൺട്രാക്ട് റിസംബിൾസ് ദാറ്റ് ക്രിയേറ്റഡ് എ കോൺട്രാക്ട്. ഒരു ക്വാസി കോൺട്രാക്റ്റിൻ്റെ പരിണിത ഫലം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കോൺട്രാക്റ്റ് പോലെ തന്നെ ആയിരിക്കും.
There is a similarity between quasi-contract and contract in the case of claim for damages when there is a breach of a contract and quasi-contract. നമ്മളിപ്പോൾ ഡിഫറൻസ് പഠിച്ചെങ്കിലും ക്വാസി കോൺട്രാക്റ്റും കോൺട്രാക്റ്റും ചില സിമിലാരിറ്റി ഉണ്ടെന്ന്. ക്ലെയിം ഫോർ ഡാമേജസ്, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സാധനം അറിയാതെ കൊണ്ടുവച്ചിട്ട് പോയി, അയാൾ അത് ഉപയോഗിച്ച് നശിപ്പിച്ചു, നഷ്ടങ്ങളുണ്ടെങ്കിൽ ക്ലെയിം ഫോർ ഡാമേജസ് എടുക്കാം. ബ്രീച്ച് ഓഫ് എ കോൺട്രാക്റ്റ്, നമ്മൾ എഗ്രി ചെയ്തിരുന്ന സാധനം തന്നിട്ട് പോവാം, പിന്നെ പൈസ തന്നാൽ മതി എന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അത് ബ്രീച്ച് ഓഫ് എ കോൺട്രാക്റ്റ് ആണ്. അടുത്തത് നമ്മൾ നോക്കുന്ന കോമ്പൻസേഷൻ ഇൻ ദ കേസ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ്. കോമ്പൻസേഷൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സാധനം തിരിച്ചു കിട്ടി നമുക്ക് എങ്ങനെ നിയമപരമായിട്ട് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് നേടിയെടുക്കാം. When an obligation created by quasi-contract is not discharged, the injured party, ഇവിടെ ഇൻജുവേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മുറിവുണ്ടായി എന്നുള്ള അർത്ഥം, നിയമപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ ആൾക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. When an obligation created by quasi-contract is not discharged, quasi-contract കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉത്തരവാദിത്വം നടപ്പിലാക്കിയില്ലെങ്കിൽ, ഡിസ്ചാർജ് എന്ന് വെച്ചാൽ നടപ്പിലാക്കിയില്ലെങ്കിൽ എന്നാണ് അർത്ഥം. The injured party is entitled to receive same compensation for damages from the party in default. നഷ്ടം ഉണ്ടായ ആൾക്ക് കോമ്പൻസേഷൻ നേടിയെടുക്കാൻ ആരാണ് നഷ്ടമുണ്ടാക്കിയത് അയാളുടെ കയ്യിൽ നിന്ന് ആ കോമ്പൻസേഷൻ നേടിയെടുക്കാനായിട്ട് ആ നഷ്ടമുണ്ടായ വ്യക്തിക്ക് പരിപൂർണ അവകാശമുണ്ട്. as if the party has contracted to discharge it and had broken the contract. എങ്ങനെ? ഇപ്പോൾ ഒരു ഒറിജിനൽ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കുകയെന്ന് വയ്ക്കുക. ആ ഒറിജിനൽ എഗ്രിമെൻ്റ് എങ്ങനെയാണോ അയാൾ ബ്രേക്ക് ചെയ്തത് അതുപോലെ തന്നെ ഈ ക്വാസി കോൺട്രാക്റ്റിൻ്റെ കേസിലും അയാൾക്ക് ആ എമൗണ്ട് നേടിയെടുക്കാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ഭ്രാന്തൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഒരു ഭ്രാന്തനായ വ്യക്തിക്ക് ഭ്രാന്താണെന്ന് അറിയാതെ കുറേ സാധനങ്ങൾ ഡെലിവറി ചെയ്തിട്ട് പോയി. അയാളുടെ ഭാര്യയും മകളും എല്ലാം എടുത്ത് ഉപയോഗിച്ചു, നല്ല സൗകര്യം പോലെ ഉപയോഗിച്ചു. പൈസ തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ കോൺട്രാക്റ്റ് പോലെയാണ്, മനസ്സിലായില്ലേ? ഇന്ത്യൻ നിയമപ്രകാരം ഈ ഒരു ഇഡിയറ്റിന് അല്ലെങ്കിൽ ഒരു ലുനാറ്റിക്കിന്, ഭ്രാന്തനായൊരു വ്യക്തിയായിട്ടുള്ള കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആണെങ്കിലും ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ടാവുന്നുണ്ട്, കോൺട്രാക്റ്റ് പോലെ ഉണ്ടാവുന്നു. എങ്ങനെ? അയാളൊരു നോർമലായിട്ടൊരു വ്യക്തിയാണ്, നമ്മൾ സാധനം കൊടുത്തു, അതിനുള്ള പൈസ ഒന്നുമില്ല, അതുപോലെ കണക്കാക്കുള്ളൂ നിയമത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ്. ഇതിനെ ക്വാസി കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നു.